ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. പരീക്ഷയൊക്കെ കഴിഞ്ഞു, പക്ഷേ റിയൽ റിസൾട്ട് വരാൻ പോകുന്നത് ഇനിയാണ്. ഓരോ അപ്ഡേറ്റുകളും, നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വാർത്തകളും സംശയങ്ങൾക്ക് ഉത്തരങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ദിവസവും വീഡിയോകളായിട്ട് ഞങ്ങൾ വരും. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾക്ക് ഉത്തരം അല്ലെങ്കിൽ സംശയങ്ങൾക്ക് ആൻസർ തരാനാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് വന്നത്. പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ്. എന്ന് വരും എന്ന് പലരും ചോദിക്കുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ച ഡേറ്റുകളിൽ തന്നെ വരാൻ സാധ്യതയുണ്ടോ? മെയ് 3rd വീക്ക് ആകുമോ? പിന്നീട് അത് കഴിഞ്ഞ് അഡ്മിഷനെ ബാധിക്കുമോ? അപ്പോൾ ഇതിലെല്ലാം SSLC-കാരോടും +2-കാരോടും പറയാനുള്ളത്, നിങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ, അതുപോലെ വാല്യുവേഷൻ ക്യാമ്പുകൾ ഏപ്രിൽ 7-ാം തീയതി തുടങ്ങുന്നത് ഏപ്രിൽ 16-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചൊരു സാഹചര്യത്തിലും എന്തായാലും നേരത്തെ പറഞ്ഞ ഡേറ്റുകളിൽ, അതായത് മെയ് 8-നും മെയ് 2nd വീക്ക് ലാസ്റ്റുമാണ് +2-ന്റെ റിസൾട്ട്, മെയ് 8-ന് SSLC-യുടെ റിസൾട്ടും ആദ്യം പറഞ്ഞിരുന്നത്. അതിലെന്തായാലും വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. എന്നാൽ പോലും മെയ് അവസാന വീക്കോട് കൂടി നിങ്ങളുടെ 2 പേരുടെ, അതായത് SSLC-കാരുടെയും +2-കാരുടെയും റിസൾട്ട് വരികയും +1 അത് കഴിഞ്ഞ് സ്കൂൾ തുറന്നത് ജൂൺ 1st വീക്കിൽ തന്നെ വരാനുള്ള സാധ്യതയാണ് അധികവും നിലവിൽ നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരത്തിൽ റിസൾട്ട് ഡിലേ ആയാലും അഡ്മിഷൻ പരമായിട്ട് ഒരു തരത്തിലുള്ള ഡിലേയും നിങ്ങൾക്ക് വരില്ല. കീം ആയിക്കോട്ടെ, മറ്റ് എൻട്രൻസ് എക്സാമുകൾ ആയിക്കോട്ടെ, എല്ലാം ഇപ്പോൾ തന്നെ കൃത്യമായിട്ട് നടത്തി തീർക്കുകയും കഴിഞ്ഞ വർഷത്തെ ആ ഒരു ടൈം ലൈൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡിഗ്രി പ്രവേശനം കൃത്യമായിട്ട് ജൂൺ അവസാനത്തോടു കൂടി തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SSLC-കാർക്ക് ഡബിൾ വാല്യുവേഷൻ ഉണ്ടാവുമോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മക്കളെ മനസ്സിലാക്കുക, സയൻസിൽ തന്നെ കോർ സബ്ജക്ട്സിന് അധ്യാപകർ 2 തവണ നോക്കുന്ന ഒരു രീതിയാണ് ഡബിൾ വാല്യുവേഷൻ. അത് +2-ൽ മാത്രമാണ്. +2-ലും +1-ലും ഹയർ സെക്കൻഡറിയിലാണ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്, നിങ്ങളുടെ ആ മാർക്കുകളാണ് പല എൻട്രൻസ് എക്സാമിനും ഉപയോഗിക്കുന്നത്, റാങ്ക് കാൽക്കുലേഷനൊക്കെ ആയിട്ട്. അതുകൊണ്ട് 2 തവണ ഒരു സൂക്ഷ്മ പരിശോധന പോലെ 2 പേര് നോക്കിയിട്ട് ഫൈനലി അതിനെ മാർക്ക് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി പലർക്കും മാർക്ക് പോകുമോ എന്നുള്ളൊരു പേടിയാണ്. പ്രധാനമായിട്ടും SSLC-കാർക്ക് സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ +2-കാർക്ക് എടുക്കുകയാണെങ്കിൽ മാത്സ്, ഇതിലെല്ലാം മാർക്ക് പോകുമോ എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം പാടായിരുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. മുമ്പ് നടന്ന പരീക്ഷകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് ഒരു പാസ് മാർക്ക് ലെവലിൽ അല്ലെങ്കിൽ ഒരു എബോ ആവറേജ് ലെവൽ മാർക്കിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നവരുടെ കാര്യമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഒരു പരീക്ഷ ടഫ് ആകുമ്പോൾ A+ കിട്ടുന്ന കുട്ടികളുടെ എണ്ണം സാധാരണ കുറയാറുണ്ട്. അത് വസ്തുത തന്നെയാണ്, നമുക്ക് മാറ്റി നിർത്താനാകില്ല. കഴിഞ്ഞ വർഷം +2-ന്റെ മാത്സിലും അതുപോലെ തന്നെ മറ്റ് പല കെമിസ്ട്രി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് നമ്മളത് കണ്ടതുമാണ്. പക്ഷെ ഇത്തവണ വലുതായിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം നിങ്ങൾക്കില്ല. ഇനി ഇത്തരം പരീക്ഷകൾ +2 സയൻസിന് ടഫായത് കൊണ്ട് തന്നെ കീം പരീക്ഷയിൽ റാങ്ക് താഴോട്ട് പോകുമോ എന്ന് ചോദിക്കുന്നവരോട് തീർച്ചയായിട്ടും സ്റ്റാൻഡേർഡൈസേഷൻ പ്രൊസീജിയർ വരെ നോക്കുമ്പോൾ ഈ ഒരു പരീക്ഷ ടഫായത് നിങ്ങളുടെ കീം സ്കോറിനെ ബാധിക്കുകയില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അങ്ങോട്ട് +2 കഴിഞ്ഞ് ഏത് കോളേജിൽ ഏത് അഡ്മിഷൻ എടുക്കണം, ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ കൊടുക്കാം. ഇതുപോലെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും, ചെറിയ സംശയങ്ങളാണെങ്കിൽ പോലും ഞങ്ങൾ വീഡിയോകളാക്കി തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ശ്രമിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ.